നമസ്കാരം. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വന്ന അടിപൊളി മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ ചെയ്തു പോകുന്നത് ഒരു ഫോട്ടോ അത് സ്റ്റാറ്റസ് ആക്കിയിടും. ഇപ്പം അതിനൊരു ചെറിയ മാറ്റം വന്നു. അതിൻ്റെ കൂടെ നമുക്ക് മ്യൂസിക് കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നും അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ഇനി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെ, ഇൻസ്റ്റഗ്രാമിലെയൊക്കെ പോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ നമുക്ക് സ്റ്റാറ്റസിൽ തന്നെ നമുക്ക് നിരവധി ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്ത് സോങ്ങൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാൻ സാധിക്കും. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. വാട്സപ്പ് സ്റ്റാറ്റസിലെ പുതിയ ഫീച്ചറിനെ കുറിച്ചാണല്ലോ ഒന്ന് സംസാരിച്ചത്. വാട്സപ്പ് സ്റ്റാറ്റസിലെ പുതിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, അതുപോലെ അപ്ഡേറ്റ്സിലേക്ക് പോവുക, താഴെയുള്ള ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കണ്ടല്ലോ ടെക്സ്റ്റ്, ലേഔട്ട്, വോയിസ്. ഈ ലേഔട്ട് എന്ന ഈ ഒരു ഫീച്ചറാണ് നമുക്കിപ്പോൾ വാട്സപ്പ് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഈ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഒരു ഫോട്ടോ മാത്രമാണ് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ 2-3-4 ഇപ്പം കോളേജസ് ഒക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. വാട്സപ്പിൽ തന്നെ ലേഔട്ടുകളൊക്കെ ആക്കി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം 6 ഫോട്ടോയാണ് നമുക്ക് വാട്സപ്പിൽ ലേഔട്ടിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 6 ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. 6 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. 6 ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഈ 6 ഫോട്ടോ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂം ചെയ്യാനും അതുപോലെ തന്നെ നീക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ 6 ടൈപ്പ് ലേഔട്ടുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഷഫിൾ ചെയ്ത് ആക്കാവുന്നതാണ് കേട്ടോ. ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിമനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഡണ്ണ് കൊടുത്തു. ലേഔട്ടാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ആ ലേഔട്ടിൽ നമുക്ക് നല്ലൊരു ലേഔട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് അടിപൊളിയാക്കി സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമോജീസ് നമുക്ക് അതുപോലെ അഡീഷണൽ ആയിട്ടൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഞാൻ അവിടെ വെച്ചു. അതുപോലെ ആഡ് ചെയ്യുക. അതുപോലെ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ലൊക്കേഷൻ ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യാം, ടൈം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് വേണമെങ്കിലും ഈ ഒരു സ്റ്റാറ്റസിൽ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ ലേഔട്ടാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ പോലെ തന്നെ നമുക്ക് ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് മെറ്റ സ്റ്റാറ്റസിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സാധാരണ ചെയ്യുന്ന പോലെ ഈ ഗ്രീൻ കളർ ആരോ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് അടിപൊളിയാക്കി സെറ്റ് ചെയ്യാൻ നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.